ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പെൺകുട്ടികളും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവൻ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടാവും എന്നുള്ളത്. അത് സ്വയം ചോദിക്കുക മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പറയാനുണ്ടാവും, ശരിക്കും എന്നെ ഇഷ്ടമായിരിക്കുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടാകുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ നിങ്ങളെ യഥാർത്ഥമായി ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ കഴിയും. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, അവർ വേർഡ്സിലൂടെ ആവില്ല കൂടുതലും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക, പകരം അവരുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അവരുടെ കെയറിങ്ങും അവരുടെ സ്നേഹവും ഒക്കെ അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്കത് ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിലും അതറിയാൻ പറ്റും എങ്ങനെയാണ് കെയർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് അവരെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് അവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം നമ്മുടെ ക്ഷേമം അന്വേഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. നമുക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഓക്കെ അല്ലേ എന്നുള്ള കാര്യം തിരക്കുക. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എവിടേക്കാ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കെയറിങ്ങും ഒക്കെ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വാക്കുകളിലൂടെ സ്നേഹം പറയുന്ന ആളുകളല്ല കൂടുതലും പുരുഷന്മാരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, പ്രവൃത്തി നോക്കിയാൽ മതി. അവരങ്ങനെയാണ് യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വാക്കിനേക്കാൾ കൂടുതൽ പ്രവൃത്തിയിലൂടെയാണ് അവരവരുടെ സ്നേഹം പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബിസി ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ടൈം കണ്ടെത്തും എന്നുള്ളതാണ്. ഒരു മെസ്സേജ് കോള്, ഇത് എപ്പോഴും ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്താനായിട്ട് അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. അതായത് നമ്മൾ പൊതുവെ പറയാറുണ്ട്, എത്ര വലിയൊരു ബിസിനസ്മാൻ ആണെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ കഴിയാത്ത ആളുണ്ടാവില്ല. 5 മിനിറ്റെങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ജസ്റ്റ് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്തെങ്കിലും, അതല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കുന്ന സമയത്തെങ്കിലും അവർ വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പം നമ്മൾ ഒരുപാട് പേരെ കാണാറുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒത്തിരി ബിസിനസ്മാനും ഒക്കെ ഉണ്ട്, ഒത്തിരി തിരക്കുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അതിൻ്റെ ബാക്കിലുള്ള വലിയൊരു റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയൊരു സമയം കിട്ടുമ്പോൾ പോലും അവരവരുടെ പാർട്ട്ണറെ വിളിക്കുക, മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ റിലേഷൻഷിപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കുറേ പേര് ഒത്തിരി സമയം കിട്ടാൻ സാധ്യത പോലും ഇല്ലാത്ത ആളുകളുടെ റിലേഷൻഷിപ്പ് പോലും വളരെ മനോഹരമായിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം കിട്ടുന്ന സമയത്തെങ്കിലും അവരെ ഒന്ന് മെസ്സേജ് അയക്കുക, വിളിക്കുകയെങ്കിലും ചെയ്യാന്നുള്ളതാണ്. സോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് അവരെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവരങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തും. ഇപ്പോൾ ഫുൾ ടൈം വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു ദിവസം നിങ്ങളെ വിളിക്കാതെയോ മെസ്സേജ് അയക്കാതെയോ അവരിയ്ക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസിനെ നിസ്സാരമായിട്ട് അവർ കാണില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത്, വിഷമമൊക്കെ വരുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കുമ്പോൾ, നീ വെറുതെ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യല്ലേ എന്നൊക്കെ പലരും പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. ഇവരങ്ങനെയൊന്നും പറയില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ വിഷമം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അതിലും സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ തരുന്നൊരു പേഴ്സണാണ് അവരെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നുണ്ട്, അതിന് മാക്സിമം നിങ്ങളെ സമാധാനിപ്പിക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പിക്കുക, ഓഫ്കോഴ്സ് അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് അവർക്ക് ഒരു സേഫ് സോൺ ആയിട്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് നിങ്ങളെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അത്രയും സേഫ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ചുമ്മാ ഇപ്പം നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവരങ്ങനെ പറയുന്നുണ്ടാവുക. അതായത് നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഓക്കെ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ടാവുക. നിങ്ങളെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞ് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല. ശരിക്കും അവരങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം അവർക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് അവരവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കുക. ഇതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ കംഫർട്ട് പ്ലേസ് നമ്മളാണോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതും വേറൊന്നല്ല, ഇഷ്ടക്കൂടുതലാണ്. നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരവരുടെ കംഫർട്ട് പ്ലേസ് ആയിട്ട് നമ്മളെ വെച്ചിട്ടുള്ളത്. നമുക്കങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാണ്. അപ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്. സോ ഇങ്ങനെ
നിങ്ങൾ അവരുടെ ഒരു കംഫർട്ടബിൾ പ്ലേസ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, തിരിച്ചും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും ഇടയിലുള്ള സ്നേഹമാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹാപ്പിനെസ് അവരുടെ റെസ്പോൺസിബിലിറ്റി പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഒത്തിരി കെയർ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ തരിക, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരിക, അങ്ങനെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ആൾ കൂടുതലും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവളെ എന്നെയാണ് സ്നേഹിക്കുന്നത്, സോ ഇവളുടെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അവളെ സന്തോഷിപ്പിക്കേണ്ടത് ഞാനാണ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ പേരിൽ കാണാറുണ്ട്, അതായത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല, അത്രയും ഇഷ്ടമാണ് ആ ഒരു പേഴ്സൺ, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണാന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. അപ്പൊ ഇങ്ങനെ ഇവർ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാക്സിമം അവർ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതിനേക്കാളും വലിയൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. സോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിനി സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കുക അവർ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ. അതേപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അങ്ങനെ ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കും, ശരിക്കും ഇഷ്ടമായിരിക്കും അല്ലേ എന്നുള്ളൊരു സംശയം എപ്പോഴും കൂടുതൽ അവർക്ക് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അതിന് 100% കൊടുക്കുക, യഥാർത്ഥമായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുക, അവരെ തിരിച്ച് നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും യൂണിവേഴ്സ് നമുക്ക് അതിനുള്ള കുറേ തെളിവുകൾ അല്ലെങ്കിൽ അങ്ങനെ സൈനുകൾ കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് അവർ നമ്മളെ യഥാർത്ഥമായിട്ടാണോ അല്ലേ സ്നേഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശ ധാരണ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അവർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ശരിക്കും ഇഷ്ടമായിരിക്കും അല്ലേ എന്നുള്ളത്. ശരിക്കും ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്നേഹിക്കുക, തിരിച്ച് നന്നായി സ്നേഹിക്കുക. അവർ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെയും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന പോലെയും അവർ ആഗ്രഹിക്കുന്നത് പോലെയും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടും മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.